48 നമുക്ക് എടുക്കാനുള്ള പ്രത്യേക കഴിയുള്ളൂ അല്ലേ. وإذا دعوا إلى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون. ഓക്കെ, തജ്വീദ് പറഞ്ഞോളൂ. വഇദാ ദുഉ ഇലല്ലാഹ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. വ കഴിഞ്ഞിട്ടുള്ള അംസ ഖത്തൻ്റെ അംസയാണ്, നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. വ ഇ എന്ന് ഉച്ചരിക്കണം. അപ്പോൾ വ ഇദാ രണ്ട് ഖദറാണ് അത് നീട്ടേണ്ടത്. ദുഉ എന്നുള്ളതോ അത് 4 മുതൽ 6 ഖദർ വരെ നീട്ടാവുന്നതാണ്. ഇതിൻ്റെ പേര് മദ് മുൻഫസിൽ എന്നാണ്. അപ്പോൾ ഓതേണ്ടത് വഇദാ ദുഉ ഇലല്ലാഹ്, അവിടെ അല്ലാഹ് എന്ന് ഉച്ചരിക്കുമ്പം തഫീമായിട്ട് ഉച്ചരിക്കണം. പിന്നെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല കൂട്ടി ഓതുമ്പോൾ. പിന്നെ വറസൂലിഹി ലിയഹ്കുമ ബൈനകും, അവിടെ ആ മീമിനെ എന്താ ഇൽഹാർ ചെയ്താൽ മതി. ബൈനകും ഇ എന്താണ് അവിടെ മണിക്കാൻ പാടില്ല. പിന്നെ ഇദാ ഫരീഖും മിൻഹും, ആ മീമിനെ ആ തൻവീൻ എന്ത് ചെയ്യണം? മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചോദനം. പിന്നെ മിൻ എന്നുള്ള നൂനിനെ ഇൽഹാർ ചെയ്യണം. പിന്നെ വരുന്ന മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം മിൻഹും മുഅ്രിളൂൻ എന്നുള്ളത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണത് കൊണ്ട് എന്ത് ചെയ്യണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടി നിർത്തണം. പിന്നെ വ ഈ ഉച്ചരിക്കണം. നൂനിനെ എന്ത് ചെയ്യണം? യാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അപ്പം വയ്യക്കുൻ, പിന്നെ യക്കുൻ എന്നുള്ള നൂനിനെ എന്ത് ചെയ്യണം? ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തില്ല, ബിലാ ഉന്ന, ബിഗൈരി ഉന്ന. അപ്പം വയ്യക്കുല്ലഹും, ആ നൂനിനോട് മറിച്ചേക്കാം. യക്കുല്ലഹും, പിന്നെ ലഹുമുൽ ഹക്ക്, അവിടെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. അൽ ഹക്കിൽ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, കാരണം വസ്സിലിൻ്റെ അംശയാണ് കൂട്ടി ഓതുമ്പോൾ കേട്ടോ. പിന്നെ യഅ്തൂ ഇലൈഹി, ആ യഅ്തൂ വേണമെങ്കിൽ 4 മുതൽ 6 ഖദർ വരെ നീട്ടാം. അതിൻ്റെ പേര് മദ് മുൻഫസിൽ. പിന്നെ മുദ്ഇനീൻ, അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4 മുതൽ 6 ഖദർ വരെ നീട്ടാവുന്നതാണ്. പിന്നെ
അഫീ ഖുലൂബിഹിം അ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. കുലൂബിഹിം മറലുൻ, ആ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. മറലുൻ എന്നുള്ളത് ആ ലൊമ്മ് തൻവീനെ എന്ത് ചെയ്യണം? ഇൽഹാറാണ് ചെയ്യേണ്ടത്. ആ മറലുൻ ഇട്ടോടത്ത് നിങ്ങൾക്ക് പ്രത്യേക അടയാളം കാണാം. ഇൽഹാറിൻ്റെ അടയാളം അവിടെ ആ സിഗ്നൽ കാണാം. എങ്ങനെ? ഒരു ലൊമ്മ് ഇങ്ങനെ ഇട്ടണ്, ഒരു ലൊമ്മ് ഇങ്ങനെ ഇട്ടണ്. പിന്നെ ഇദ്ഗാമാണെങ്കിൽ ഇങ്ങനെ ഇടാം. ഇദ്ഗാമാണെങ്കിൽ രണ്ടൊപ്പരം. ഇഖ്ഫ ആണെങ്കിലും ഇങ്ങനെ ഇടാം. ഇദ്ഗാം പിന്നെ ഇൽഹാറിന് മാത്രമേ ഒന്ന് കമഴ്ത്തിയിടുള്ളൂ. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പം മറലുൻ അമിർത്താബു, അവിടെ മറലുൻ എന്നൊന്നും പറയാൻ പാടില്ല എന്നർത്ഥം, റോങ് ആണ്. അമിർത്താബു, അവിടെ അം കഴിഞ്ഞിട്ട് അലിഫിന് പിന്നെ ഉച്ചാരണം ഉണ്ടാവില്ല. അമിർത്താബു. പിന്നെ ബൂ നീട്ടേണ്ടത് 4 മുതൽ 6 കതിർ വരെ നീട്ടാവുന്നതാണ്. മദ് മുൻഫസിൽ ജവാദാണ്. അപ്പോൾ അമിർത്താബു അം യഖാഫൂന, അം നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ ഐ യഹീഫല്ലാഹു, അൻ എന്നുള്ള സാക്കിനായ നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്താണ് പിന്നെ ഐ യഹീഫല്ലാഹു. പിന്നെ അലൈഹിം, അവിടെ എന്ത് ചെയ്യണ്ട? പിന്നെ ഇൽഹാർ ചെയ്താൽ മതി. വറസൂലു, റസൂല എന്നല്ല, വറസൂലു. അവിടെ നിങ്ങൾ പിന്നെ കൂട്ടി ഓതാണെങ്കിൽ 2 കതിർ. വറസൂലുഹു ബൽ, വറസൂലുഹു ബൽ. ഇനി അതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആശയം പൂർത്തിയാവുന്നതുകൊണ്ട് എന്ത് ചെയ്യാം? അവിടെ നിർത്താവുന്നതാണ്. പിന്നെ ബൽ ഉലായിക്ക, ഉലായിക്ക എത്ര നീട്ടണം? 4 മുതൽ 6 കതിർ വരെ നിർബന്ധമായിട്ട് നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. പിന്നെ ബൽ എന്നുള്ള ലാമിനെ വ്യക്തമാക്കിയാൽ മതി. ഹുമുല്ലാലിമൂൻ, അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 4 മുതൽ 6 കതിർ വരെ നീട്ടണം. ആ 3 ആയത്തൊന്ന് ഓതി വയ്ക്കാൻ എല്ലാവരും കൂടി. അഊദു ബില്ലാഹ്. ഓക്കെ, തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കുണ്ടോ? ഇല്ലെങ്കിൽ പോവാ. വ ഇദാ ദുഉ ഇലല്ലാഹി വ റസൂലി, അർത്ഥം പറഞ്ഞോളി. വ ഇദാ ദുഉ, അവർ വിളിച്ചാൽ എന്നല്ല അതിൻ്റെ അർത്ഥം. അവർ വിളിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വിളിക്കപ്പെട്ടാൽ. വിളിച്ചാലും വിളിക്കപ്പെട്ടാലും എന്നുള്ള വ്യത്യാസം എന്താ? വിശദീകരിക്കുമ്പോൾ പറഞ്ഞുതരാം. വ ഇദാ ദുഉ, അവർ വിളിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വിളിക്കപ്പെടുമ്പോൾ. ഇലല്ലാ, അള്ളാഹുവിലേക്ക്. വ റസൂലി, അള്ളാഹുവിൻ്റെ ദൂതരിലേക്കും വിളിക്കപ്പെട്ടാൽ. ലിയഹ്കുമ ബൈനഹും, ലിയഹ്കുമ, അവൻ വിധി കൽപ്പിക്കാൻ. ആരാണ് അവൻ എന്നറിയണത്? അള്ളാഹുവിൻ്റെ റസൂൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി. ബൈനഹും, അവർക്കിടയിൽ. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിളിക്കപ്പെടുമ്പോൾ. ഇതാ, അപ്പോഴതാ, ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു പാർട്ടി, ഒരു വിഭാഗം, മുഅരിളൂൻ, അവർ തിരിഞ്ഞു കളയുന്നവരാണ്, അകന്നു പോകുന്നവരാണ്, പിന്തിരിഞ്ഞു പോകുന്നവരാണ്. വ ഇൻ യകുല്ലഹും അൽ ഹഖ്, ഇനി അവർക്ക് ആവുന്ന പക്ഷം, അൽ ഹഖ്, ന്യായം, സത്യം, അല്ലെങ്കിൽ ന്യായം അവരുടെ ഭാഗത്താകുന്ന, അങ്ങനെ വിധി പറഞ്ഞ് ന്യായം അവരുടെ ഭാഗത്താണ് എങ്കിൽ യഅ്തു ഇലൈഹി, അവർ പ്രവാചകന്റെ അടുത്തേക്ക് വരും. മുദ്ഇനീൻ, വിധേയത്വത്തോടു കൂടി വരും.
അല്ലേ, വിധേയത്വത്തോടു കൂടി അവർ വരുന്നതാണ്. അഫീ ഖുലൂബിഹിം മറളുൻ, അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? അമിർതാബു, അതല്ല അവർ സംശയിച്ചിരിക്കുകയാണോ? അം, അതല്ല യഖാഫൂന, അവർ ഭയപ്പെടുന്നുവോ? അൻ യഖീഫല്ലാഹു അലൈഹിം വറസൂലു, അവരുടെ മേൽ അള്ളാഹും റസൂലും അനീതി ചെയ്യുമെന്നതിനെ അവർ ഭയപ്പെടുന്നുവോ? ബൽ, എന്നാൽ അങ്ങനെയല്ല, കാര്യം ഇങ്ങനെയാണ്. ഉലായിക ഹുമുൽ ളാലിമൂൻ, ഈ വിഭാഗം ആളുകൾ അനീതി ചെയ്യുന്നവർ തന്നെയാണ്, അക്രമികളാണ്. തിരിച്ചു വരിക. വ ഇദ, അള്ളാഹ് ഉപയോഗിച്ച പദം നമ്മൾ പഠിക്കണ അല്പം ഭാഷയാണ് കേട്ടോ. ആദ്യം നമ്മൾ പഠിക്കലൊക്കെ ഭാഷയാണല്ലോ അല്ലേ. വ ഇദ, അവർ വിളിക്കപ്പെടുമ്പോൾ എന്നുള്ളതിന് ഇൻ പറഞ്ഞാൽ പോരെ, എന്തിനാ ഇത, എന്തിനാ പറഞ്ഞത് ഇത? എന്തിനാ അവർ വിളിക്കപ്പെടുമ്പോൾ ഇത എന്ന പദപ്രയോഗം അല്ലാഹു ഉപയോഗിച്ചത്? അത് ഞങ്ങൾക്ക് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും ഇതയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്നും ഇതയും, ഇന്ന് ഖുറാനിൽ ഇൻ എന്ന പദം സ്ഥലം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇൻ ജാഅക്കും ഫാസിക്കും ബിനബഇൻ ഫതബയ്യനു, അല്ലേ? ഒരു അധർമ്മകാരിയായ മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം വന്നാൽ ഫതബയ്യനു, നിങ്ങൾ നിജസ്ഥിതി നന്നായി അന്വേഷിച്ചറിയണം. അവിടെ അള്ളാഹു സൂറത്തു ഹുജറാത്തിൽ ഉപയോഗിച്ചത് ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. ഇവിടെ അള്ളാഹു ഉപയോഗിച്ചത് എന്താ? ഇത എന്ന പ്രിപ്പോസിഷനാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒക്കെ മലയാളത്തിലാവുമ്പോൾ ആവുമ്പോൾ ആൽ എന്ന അർത്ഥമാണ്. എന്താ വ്യത്യാസം? ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം നിർബന്ധമായും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇത പറയുമ്പോൾ അങ്ങനെയല്ല, ആ കാര്യം ഉറപ്പായിട്ടുണ്ടാവും. എവിടെ ഇത ഖുറാനിൽ ഉപയോഗിച്ചത്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സൂറത്ത് അവതരിപ്പിച്ചപ്പോൾ ഇത് മക്കം ഫത്ഹ് വരും എന്ന് ഉറപ്പിച്ചത്. അത് ഉറപ്പായി ഇത ഉപയോഗിച്ചത് കൊണ്ടാണത്. അല്ലെങ്കിൽ എങ്ങനെ ഉറപ്പിച്ചു പറയാം? അന്നത് സംഭവിച്ചണോ? ഇല്ല. ഇദശംസു കുവ്വിറത്, എന്താ? വ ഇദൻ നുജൂമുൻ ഖദറത് വ ഇദൽ ജിബാലു സുയ്യിറത്. അങ്ങനെ താഴ്ത്തേണ്ടില്ല നിങ്ങൾ. എന്താ അടക്കെ? അന്ത്യനാളിൻ്റെ അടയാളമായി അല്ലാഹുത്താല എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ സൂര്യൻ കവർ ചെയ്യപ്പെടുമ്പോൾ, നക്ഷത്രങ്ങൾ അടർന്നു വീഴുമ്പോൾ, പർവ്വതങ്ങൾ ചലിപ്പിക്കപ്പെടുമ്പോൾ, ധൂളികളാക്കി മാറ്റിമറിക്കപ്പെടുമ്പോൾ എന്നിടത്തൊക്കെ അല്ലാഹുത്താല ഉപയോഗിച്ചത് ഇൻ എന്ന പ്രിപ്പോസിഷൻ അല്ല, മറിച്ച് ഇതാ എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ അവ്യയം അല്ലാഹു ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, അന്ത്യനാളിൽ ഇങ്ങനൊരവസ്ഥ സംഭവിക്കുക തന്നെ ചെയ്യും. 100% ഉറപ്പാണ്. ഒരാൾക്കും സംശയം വേണ്ട. അതേ അവ്യയമാണ് അല്ലാഹുത്താല മുനാഫിക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ ഇവ ഇതാ. ഉണ്ടെങ്കിൽ കുട്ടൻ മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഉപയോഗിച്ചാൽ മതി അല്ലേ? ഇന്നാണ് അള്ളാഹു ഉപയോഗിച്ചെങ്കിൽ മുനാഫിക്ക് അങ്ങനെയും ഇങ്ങനെയും ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയല്ല. ഈ സ്വഭാവം, പറയാൻ പോകുന്ന സ്വഭാവം കപടന്മാരിൽ ഉണ്ടാകുക തന്നെ ചെയ്യും. 100% ഉണ്ടാകും എന്ന് അറിയിക്കാനാണ് അല്ലാഹു തആല എന്ത് ഉപയോഗിച്ചത്? വ ഇദാ. അപ്പൊ ഖുർആന്റെ ഒരു പദം മനസ്സിലായില്ല ഇപ്പൊ നിങ്ങൾക്ക്? വ ഇദാ. ഇനി എന്താ പറയാൻ പോണ സംഗതി? ദുഉ. ദുഉ എന്ന് പറഞ്ഞാൽ എന്താ? വിളിച്ചാൽ എന്നല്ല. അവിടെ നിങ്ങൾ ചെറിയ ഇത് വേണം. ദഅ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്ക. ദഅ ക്ഷണിക്ക, വിളിക്ക അല്ലേ? പിന്നെ യദ്ഉ എന്ന് പറഞ്ഞാലോ വിളിക്കുന്നു അല്ലെങ്കിൽ ക്ഷണിക്കുന്നു, ഏതായിക്കോട്ടെ, പ്രാർത്ഥിക്കുന്നു, എന്തായിക്കോട്ടെ. ഈ ദഅ എന്ന് പറഞ്ഞതിൻ്റെ മജ്ഹൂലായ രൂപമാണേത്? ദുഇയ എന്നുള്ളത്. അതിൻ്റെ ബഹുവചനമാണ് ദുഉ. ദുഉ എന്ന് പറഞ്ഞാൽ ദഅ വിളിച്ചു, ദുഇയ വിളിക്കപ്പെട്ടു. എന്താ വിളിച്ചു എന്ന് പറഞ്ഞതും വിളിക്കപ്പെട്ടു എന്ന് പറഞ്ഞതും? കത്തല എന്ന് പറഞ്ഞാൽ എന്താ? കത്തല എന്ന് പറഞ്ഞാൽ എന്താ?
കൊന്നു അല്ലേ? കതൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നു. ആരെ ഏതെങ്കിലും ഒരാളെ പേര് പറഞ്ഞോളി. ജെയ്തൻ, കതൽത്തു ജെയ്തൻ, അല്ലെങ്കിൽ കതൽത്തു ഫുലാനൻ, ഞാൻ ഇന്ന ആളെ കൊന്നു. അപ്പൊ കൊന്നത് ഞാനാണ്, മരിച്ചത് ഫുലാനിബിന് ഫുലാനാണ്. എന്നാൽ കുത്തിൽത്തു എന്ന് പറഞ്ഞാലോ, കത്തൽത്തു എന്നിലോട്ട് കുത്തിൽത്തു എന്ന് പറഞ്ഞാലോ ഞാൻ കൊല്ലപ്പെട്ടു. അപ്പൊ ആരാ? ഞാനാ കൊന്നത്? അല്ല. ഞാനാ കൊന്നത്? ഞാനാണോ? അല്ല. ഞാൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇന്ന ആരോ കൊന്നു, ഇന്ന ആരോ കൊന്നു. മനസ്സിലായോ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം? അപ്പം ഇതേപോലെ കുട്ടൻസ് കിട്ടിയ നിങ്ങൾക്ക് എന്താ ഇതിന് പറയാ? ഹലോ, അസ്സലാമു അലൈക്കും. ഖുർആൻ ക്ലാസ്സിലാണ്, പിന്നെ വിളിക്കട്ടോ. ഓക്കെ, പിന്നെ വിളിക്കാം. പിന്നെ വ്യത്യാസം എന്താ വെച്ചാൽ പിന്നെ കർത്തരിപ്രയോഗം, കർമ്മണിപ്രയോഗം, അത് മലയാളത്തിൽ നിങ്ങൾക്ക് അറിയോ? അറിയോ? കർത്തരിപ്രയോഗം എന്ന് പറഞ്ഞാൽ ആ കർത്താവിനെ പറഞ്ഞ പ്രയോഗം. കർത്തരിയല്ല, കർമ്മണിപ്രയോഗം എന്ന് പറഞ്ഞാൽ ആ കർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് കർമ്മത്തെ ആയിരിക്കും. അതിനാണ് കർത്തരിപ്രയോഗം, കർമ്മണിപ്രയോഗം എന്ന് മലയാളത്തിൽ പറയാം. എന്താ അതിന് ഇംഗ്ലീഷ് പറയാം, മറന്നുപോയി. ഓർമ്മ വരുമ്പോൾ പറഞ്ഞു. ചെയ്ത ആളെ പറയുന്ന പ്രയോഗത്തിനാണ് കർത്തരിപ്രയോഗം എന്ന് പറയുന്നത്. ചെയ്ത ആളെ പറയാതെ പിന്നെ ആ കിട്ടിയ ആള്, പിന്നെ എന്തൊരു പ്രവൃത്തിയാണോ പ്രവൃത്തി ലഭിച്ച ആളെ മാത്രം കൊണ്ടുവരുന്നതിനാണ് കർമ്മണി പ്രയോഗം എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക്? കത്തല കുത്തില എന്ന് പറയും പോലെ. കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു, കുത്തില എന്ന് കൊല്ലപ്പെട്ടു. അറബിയിൽ മാറൂഫ് മജ്ഹൂൽ എന്ന് പറയും. മാറൂഫ് മജ്ഹൂൽ. എൻ്റെ ഇത് മറന്നുപോയി ഞാൻ, നോട്ടെ. അപ്പം ഇതിൻ്റെ ഐഡിയ കിട്ടിയില്ല ഇപ്പം നിങ്ങൾക്ക്? ഇതേപോലെ ദാ നിങ്ങൾ വിളിച്ചാൽ നല്ല അർത്ഥം പറയണ്ടേ? എന്ത് മാറ്റണം? ഇദാ ദുഉ എന്ന് പറയുമ്പോൾ അവർ വിളിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവോ റസൂലോ അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിനോ പ്രവാചകന്റെ സുന്നത്തോ അവരെ വിളിക്കുമ്പോൾ, അതാണ് അവർ വിളിക്കപ്പെടുമ്പോൾ എന്ന് പറഞ്ഞാൽ. നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം, നമ്മൾ ക്ഷണിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷണിക്കുന്ന ആൾ വേറെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നമുക്ക് അത് വേറെ പ്രയോഗത്തിൽ പറയാം. ഷുഐബ് നമ്മളെ ക്ഷണിച്ചു, നമ്മളെ വിളിച്ചു. അപ്പൊ ഷുഐബിനെ നമ്മളവിടെ പറഞ്ഞു. അതാണ് കർത്തരി പ്രയോഗം അല്ലേ? ഇനി ഷുഐബിനെ പേര് പറയണ്ട, അവൻ്റെ പേര് നാണ് അതിൽ പറയുന്നത്. എങ്കിൽ നമ്മൾ വിളിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. പത്രത്തിലൊക്കെ കൊടുക്കുമ്പോൾ പത്രഭാഷ അറിയണ കൊന്ന ആളെ പറയില്ലല്ലോ, അടി ഉണ്ടാക്കിയ ആളെ പറയില്ല. ഇന്ന സൂക്കിൽ ഇന്ന മാർക്കറ്റിൽ കളവ് നടന്നേ പറയുള്ളൂ അല്ലേ? കൊള്ളയടിക്കപ്പെട്ടു അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടു എന്നേ പറയുള്ളൂ. മോഷ്ടാവിനെ പറയില്ല. മോഷ്ടാവിനെ പറയില്ല. അപ്പം അതാണ് എന്ത്? കർത്തരി പ്രയോഗം. ഇതേപോലെയാണ് ഇവിടെയും അള്ളാഹു ഉപയോഗിച്ചത്. വഇദാ ദുഉ, അവർ വിളിക്കപ്പെടുമ്പോൾ. ആരെ? കപടന്മാരായ ആളുകൾ വിളിക്കപ്പെടുമ്പോൾ. അപ്പം ആ കപടന്മാരെ ആരെ വിളിക്കണത്? അള്ളാഹും റസൂലും അല്ലേ? അള്ളാഹും റസൂലും അല്ലെങ്കിൽ സഹാബത്ത് അവരെ വിളിക്കുമ്പോൾ, സത്യവിശ്വാസികൾ അവരെ വിളിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ മറ്റൊരു പ്രയോഗം. കുട്ടൻസ് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക്? വഇദാ ദുഉ ഇലല്ലാഹ്, അവർ ക്ഷണിക്കപ്പെടുമ്പോൾ. എവിടേക്ക് ക്ഷണിക്കാണ്? ഇലല്ലാഹ്, അള്ളാഹുവിലേക്കും വറസൂലി, അള്ളാഹുവിൻ്റെ തിരുദൂതരിലേക്കും അവർ വിളിക്കപ്പെടുമ്പോൾ. ലിയഹ്കുമ ബൈനഹും, അവിടെ എന്താണ്? അവൻ അവർക്കിടയിൽ, അദ്ദേഹം അവർക്കിടയിൽ. ആരാണ് അവൻ, അദ്ദേഹം എന്ന് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂല്. അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ലിയഹ്കുമ, അവൻ തീർപ്പ് കൽപ്പിക്കാൻ. അപ്പൊ അവൻ എന്നുള്ള ലമീർ എവിടേക്കാ പോണെന്ന് എങ്ങനെ മനസ്സിലാവുക? അവിടെ റസൂൽ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മനസ്സിലാവുക? ലമീർ എപ്പോഴും മടങ്ങിയ ഏറ്റവും തൊട്ടടുത്തേക്കാരം. തൊട്ടടുത്ത പദം ഏതാണ്? റസൂല് അല്ലേ? അപ്പം റസൂൽ എന്ന് പറഞ്ഞാൽ റസൂലാണ്. അപ്പോൾ ലിയഹ്കുമ ബൈനഹും, അദ്ദേഹം അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി
ബൈനഹും അവർക്കിടയിൽ, ആർക്കിടയിൽ? കപടവിശ്വാസികളായ ആളുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വിളിക്കപ്പെടുമ്പോൾ ഇതാ അപ്പോഴതാ ഫരീഖും മിൻഹും അവരിൽ ഒരു വിഭാഗം എന്തു ചെയ്യും? മുഅരിളൂൻ. അറള എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരർത്ഥം സത്യത്തിൽ നിന്ന് കുറേ അകന്ന് നിൽക്കുക. അറള അകന്ന് നിൽക്കുക. അറള എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പിന്നെ അബാധ, പിന്നെ സത്യത്തിൽ നിന്ന് വളരെ അകന്ന് നിൽക്കുന്നതിനാണ് അറള എന്ന പദം. അപ്പം മുഅരിളൂൻ അകന്ന് നിൽക്കുന്നത്. രണ്ടാമത്തൊന്ന് സത്യത്തിൻ്റെ ആശയത്തെ അവഗണിക്കുക. അതും എന്താണ്? ഇപ്പം നമ്മളിപ്പം ഇങ്ങോട്ട് പിന്നോട്ട് ഇങ്ങനെ വരുമ്പം അതിലെന്തുണ്ടാവും? ഞാൻ അപ്പം അതിലിങ്ങനെ വന്ന് അപ്പോൾ ഇവിടെ കുറേ ആറ് ഖുർആൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം നിസ്കരിക്കാനാവില്ല, അവിടെ ഇരിക്കേണ്ടി വരും. ഇങ്ങോട്ട് തന്നെ ബാക്കോട്ട് അടിക്കുന്ന ആളുകൾ കണ്ടില്ല നിങ്ങൾ? അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലവർ. കാരണം എന്താ? കണ്ടാപ്പോൾ അവിടെ പോയി ഇരിക്കേണ്ടി വരുമോ അല്ലേ? അതാണ് അറള. എന്തെങ്കിലും ഒരു സത്യം കാണുമ്പോൾ അതിനെ അവഗണിച്ചുകൊണ്ട് ബാക്കോട്ട് തന്നെ വരിക. അതാണ് ശരിക്കും അറള. അതിലെന്തുണ്ട്? ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട്. എന്താ? ആ സത്യത്തെ അവഗണിക്കുക എന്നുള്ള മനഃശാസ്ത്രത്തോടു കൂടി, ആ മനസ്സോട് കൂടി പിന്നോട്ട് അകന്നു പോകുന്നതിനാണ് എന്ത് പറയാ? അറള. അപ്പം നിങ്ങൾ ആയത്തൊന്ന് ഓതിയേക്കാൻ, വദ്ഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅരിളൂൻ. അള്ളാഹുവിലേക്കോ റസൂലിലേക്കോ അഥവാ വിശുദ്ധ ഖുർആനിലേക്കോ പ്രവാചകന്റെ സുന്നത്തിലേക്കോ ഈ മുനാഫിക്കുകളായ കപടന്മാരായ ആളുകളെ വിശുദ്ധ ഖുർആനോ പ്രവാചകന്റെ സുന്നത്തോ തീരുമാനം കൽപ്പിക്കാൻ വേണ്ടി അവരെ വിളിച്ചാൽ അവർക്കുണ്ടാവുന്ന ഒരു സ്വഭാവം ഇങ്ങനെ ഉറപ്പായിട്ടുണ്ടാവും. എന്താ ഉറപ്പായിട്ടുണ്ടാവുക? ഒരു വിഭാഗം ആളുകൾ അതിനെ അവഗണിച്ചുകൊണ്ട് പിന്നോട്ടടിക്കും എന്നതാണ് ഇപ്പം അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കും. അപ്പം നമ്മളിപ്പോൾ ഈ ആയത്തിലൂടെ ഇപ്പം എത്ര ആയത്ത് മുതൽ? വയക്കൂലൂന 47-ാമത്തെ ആയത്ത് മുതൽ ഇനി ഏകദേശം 50-ാമത്തെ ആയത്ത് വരെ കപടന്മാരുടെ സ്വഭാവമാണ് എണ്ണി വരുന്നത്. അതിൽ ചിലതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മളിങ്ങനെ എണ്ണി പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞത്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞീനെ? കപടന്മാരുടെ സ്വഭാവം ഒന്നെന്താ? മനസ്സിലില്ലാത്തത് യഖൂലൂന ആമന്നാ ബില്ലാഹ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? വബിർ റസൂൽ വഅതാഅന എന്നൊക്കെ പറഞ്ഞില്ലേ? അപ്പം മനസ്സിലില്ലാത്തത് നാവ് കൊണ്ട്, അകത്തില്ലാത്തത് നാവ് കൊണ്ട് പറയും എന്ന് നമ്മൾ കപടന്മാരെ പറ്റിയുള്ള ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി. പിന്നെ പടച്ചോൻ പറയണത് സുമ്മയതവല്ല, ആ പിന്തിരിഞ്ഞു പോവുക എന്നുള്ള സ്വഭാവവും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ പിന്നെയുള്ള സ്വഭാവമാണ് ഇത്, അവരൊരു കാര്യത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ ഇഅറാദ് ചെയ്യും. അതാണ് ഇനി കപടന്മാരുടെ മറ്റൊരു സ്വഭാവം അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. അപ്പോൾ എന്താണ് ഇഅറാദ്? ആ ഇഅറാദിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇഅറാദ് പറഞ്ഞാൽ എന്താ? ഇഅറാദ് എന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യനെപ്പറ്റി തന്നെ മനസ്സിലാക്കാത്തപ്പോൾ അവനെപ്പറ്റി തന്നെ പഠിക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഇഅറാദ് ഉണ്ടാവുന്നതെന്നാണ്. മനുഷ്യനെപ്പറ്റി തന്നെ പഠിച്ചാൽ ഓനൊരിക്കലും അള്ളാഹുവിനെ അവഗണിക്കാനോ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അവഗണിക്കാനോ സാധിക്കൂല എന്നുള്ള. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്ക്, നമ്മുടെ ശരീരത്തിൽ ചെറിയ എത്തതിന് പറയാം ആറ്റമെന്നോ സെല്ലെന്നോ ഒക്കെ പറയില്ലേ? എത്ര സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ആ സെല്ലിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാത്ത ആ ശരീരത്തിലെ ആറ്റത്തെ പറ്റി തന്നെ പഠിച്ചാൽ അവഗണന ഇഅറാദ് എന്ന് പറഞ്ഞത് നമ്മളെ മനസ്സിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം അപ്പോഴൊക്കെ മനസ്സിലാവും നമുക്കെന്ത്, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. ഈ ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത്? ഇഅറാദ് വരുന്നത്. യാ അയ്യുഹന്നാസ്, അള്ളാഹ് പറയുന്നത് കാണാം, ഓ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആവശ്യമുള്ളവരാണ്. അള്ളാഹുവിൻ്റെ സഹായം ഓരോ സെക്കൻഡിലും ആവശ്യമുള്ളവരാണ് മനുഷ്യരെ നിങ്ങൾ. വല്ലാഹു വൽ ഗനിയുൽ ഹമീദ്, യഥാർത്ഥത്തിൽ ധന്യനായിട്ടുള്ളതും സ്തുത്യർഹനായിട്ടുള്ളതും അള്ളാഹു അത്രേ എന്നാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ശരിക്കും പഠനം നടത്തിയാൽ
അവനൊന്നും അല്ല എന്നല്ല. ഓരോ സെക്കൻഡിലും ഈ അഹങ്കാരം നടിക്കണ, ഈ കിബിർ നടിക്കണ, ഈ കാപ്പട്യത്തോടു കൂടി നടക്കണ. എന്തുകൊണ്ടാണ് ഈ കിബിറും കാപ്പട്യമൊക്കെ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാ? അഹങ്കാരത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് ഒരു കാരണം. അഹങ്കാരമാണ്. അപ്പോൾ അത് വരാനുള്ള കാരണം അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്റെ ഹദീസിൽ ഇങ്ങനെ കാണാം, കുൽമൻ യക്ലഉക്കും ബില്ലൈലി വന്നഹാർ, രാവിലും പകലും, രാത്രിയും പകലുമൊക്കെ നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് ആരാണ്? മിനർ റഹ്മാൻ ബൽഹും അൻ ദിക്രി റബ്ബിഹിം മുഅ്രിദൂൻ. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഓർക്കുന്ന, റബ്ബിനെ ഓർക്കുന്നില്ലെന്ന് അവഗണിക്കുകയാണല്ലോ എന്നാ. അപ്പോൾ പരമകാരുണ്യകനായ ആ അള്ളാഹുവിൻ്റെ രക്ഷയെപ്പറ്റി ഓരോ രാവും ഓരോ പകലും ഞാൻ കഴിഞ്ഞു പോകുമ്പോൾ എത്ര കാരുണ്യമാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത് അല്ലേ? എന്താ ഹദീസിൽ പറയുന്നത്? ആദ്യം തന്നെ അള്ളാഹ് എന്താ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? രാത്രിയാ അല്ലേ? എന്താ ഇപ്പം രാത്രി? എന്തിനാ പഠിച്ചോ രാത്രിയും പകലും ഉണ്ടാക്കിയത്? അത് മാത്രങ്ങളും ചിന്തിച്ചു നോക്കി. എന്തിനാ രാത്രിയും പകലും ഉണ്ടാക്കിയത്? രാത്രി റെസ്റ്റ് എടുക്കാൻ, പകലോ അധ്വാനിക്കാൻ. വേറെന്താ? എന്നാ അപ്പം നിങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണില്ലേ അല്ലേ? രാത്രി ഡ്യൂട്ടി എടുത്തൂടെ? രാത്രി തന്നെ ഉറങ്ങിയൂടെ? രാത്രി തന്നെ ജോലിക്കും പോയിക്കൂടെ? എന്താ പോവാം. പക്ഷെ പിന്നെന്തിനാ പഠിച്ചോ രാത്രിയും പകലും നിശ്ചയിച്ചത്? ഇവിടെ എങ്ങാനും എല്ലാ ദിവസവും രാത്രിയാണെങ്കിൽ, അല്ല പകലാണ് എങ്കിൽ എന്താവും? സുരക്ഷിതമായി ജീവിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്നാ. കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ എത്ര ഹോർമോൺ ഉണ്ട് എന്നാ പറയപ്പെടുന്നത്? 50-ലധികം ഹോർമോണുകളുണ്ട്. 50-ലധികം ഹോർമോണുകളുണ്ട് എന്നാണ് ഇന്നത്തെ ശാസ്ത്രം കണ്ടുപിടിച്ചതിൽ പറയണത്. ഇതിൽ പല ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാത്രി സമയത്താണ്. അത് നിങ്ങൾ രാത്രി വെളിച്ചമൊക്കെ കെടുത്തിയിട്ട് നല്ല പകല് വെളിച്ചമൊക്കെ കെടുത്തിയിട്ട് ഇരുട്ടാക്കി നടന്നാലും ആ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കൂല. ആ ഹോർമോൺ ഉണ്ടാകുമ്പോഴേ ശരിക്ക് നമ്മളെ തലച്ചോറ് വർക്ക് ചെയ്യുള്ളൂ, നമുക്ക് ഓർമ്മശക്തി കൂടുള്ളൂ, നമുക്ക് പ്രതിരോധ ശക്തി കൂടുള്ളൂ. അപ്പം ഈ ഹോർമോൺ രാത്രി തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൻ്റെ പല പ്രയോഗങ്ങളിലും പ്രവാചകന്റെ ഹദീസിന്റെ പ്രയോഗങ്ങളുമൊക്കെ ബില്ലൈലി വന്നഹാർ എന്നാ പറഞ്ഞത്. രാത്രിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാ പറയുന്നത് അല്ലേ? നമ്മൾ സമയം കണക്കാക്കണ എവിടുന്ന? പകലാ 1-2 എണ്ണണ്? എപ്പോഴാ എണ്ണണ്? 1 മണി അറിയണ എപ്പോഴാ? നമ്മളെ നാട്ടിലെ 12 അല്ല ഞാൻ പറയുന്നത്. ആ 24 ആകുമ്പോൾ എവിടുന്ന എണ്ണണ്? രാത്രിയാണ്. ഞങ്ങൾ രാത്രിക്കാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. എന്താ ഈ രാത്രി? മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ അധിക കാര്യങ്ങളും മനുഷ്യനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആ ഹോർമോണുകളൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാത്രി കാലങ്ങളിലാണ്. ആലോചിച്ചു. അതിനെന്തെങ്കിലും പഠിച്ച തമ്പുരാൻ ഒരു മാർഗം കാണിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു ഇരുട്ടിൻ്റെ ഭാഗം അവിടെ ഉണ്ടാവുമല്ലോ, ചെറിയൊരു സമയം. ആ രാത്രിയുടെ അളവിന് വ്യത്യാസം ഉണ്ടെന്നല്ലേ ഉള്ളൂ, അളവിനല്ലേ വ്യത്യാസമുള്ളൂ. അതിപ്പോൾ നമ്മുടെ കാലത്തും അങ്ങനെ തന്നെയാണ് അല്ലേ? ഇവിടെ ഇപ്പം 24 മണിക്കൂറിൽ ചിലപ്പോൾ 14 മണിക്കൂർ രാത്രിയൊക്കെ വരുന്നില്ലേ ചിലപ്പോഴൊക്കെ? അങ്ങനെ ഉണ്ടാവും. അത് സൂര്യൻ്റെ ആ ചലനം അനുസരിച്ചാണ്. നമ്മുടെ വിഷയം രാത്രി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ജോലിയല്ല, ഭക്ഷണമല്ല, നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കേണ്ട രാത്രിയിൽ ഉൽപ്പാദിപ്പിക്കണം, പിന്നെ പകലിൽ ഉൽപ്പാദിപ്പിക്കേണ്ട പകൽ. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചോദ്യം മൻ യക്ലഉക്കും മിനൽ ലൈലി വന്നഹാർ. ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മളിപ്പോൾ അങ്ങോട്ടൊന്നും പോകണ്ട. ഒരാൾ രാത്രി ജോലി ചെയ്ത് പകൽ 12 മണിക്കൂർ ഉറങ്ങി ഞങ്ങൾക്ക് ഉറക്കം ശരിയാവും? അത് റെഡി ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊക്കെ നോക്കിയെടുത്തോളാം. ആ രാത്രി ഒത്തിരി നേരം ഉറങ്ങിയാൽ മതി അല്ലേ? അതുകൊണ്ട് ആ സുബാത്ത ആ പ്രയോഗം തന്നെ നിങ്ങൾ നോക്കൂ അല്ലേ? പകലിനെ പറ്റി പറഞ്ഞെടുത്ത് മആശ, രണ്ടും വ്യത്യാസമുണ്ട്. ഇനി അവഗണന എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലായി. ഇനി ഇഅറാദ് ഉണ്ടാവാൻ അള്ളാഹുവിനെ പറ്റി അവഗണിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ കാരണം പിന്നെ ദുനിയാവിൻ്റെ പിന്നാലെ മനുഷ്യൻ ഓടുന്നതുകൊണ്ടാണെന്നാണ്. രണ്ടാമത്തൊന്ന്
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ആ മനുഷ്യൻ ഓർക്കാതെ അതിൽ നിന്ന് പിന്തിരിയുന്നത് കൊണ്ടാണ് പലപ്പോഴും ആ ദുനിയാവ് എന്നതാണ് ജീവിതം എന്നത് അതിൽ മാത്രം വഞ്ചിതരായത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ അവഗണന ഉണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു പ്രയോഗം കാണാം, ഇന്നൽ ഇൻസാന ല യത്ഗാ. പിന്നെ പറയുന്നത് എന്താ, അല്ലേ? മനുഷ്യൻ എന്ത് ചെയ്യണ, യത്ഗാ എന്ന് പറഞ്ഞാൽ എന്താ, അതിരുവിടും, അതിക്രമം കാണിക്കും. കാരണം എന്താ, ഓൻ തന്നെ ധന്യനാണ്, ധനികനാണ്, ഞാൻ തന്നെ മതി, എനിക്കിപ്പോൾ ഞാൻ തന്നെ മതി, നിങ്ങളെ സഹായമൊന്നും വേണ്ട എന്ന ആ പിന്നെ ധന്യത നടിക്കുന്നത് കൊണ്ടാണ് മനുഷ്യന് ആ പിന്നെ അതിര് കവിയുന്ന ഏത് കാര്യത്തും. മനുഷ്യൻ ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവാനുള്ള കാരണം ആ ദുനിയാവ് മതി എനിക്ക്, ആട് കിട്ടിയ ഒക്കെ ആയി എന്ന ആ ബോധം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ദുനിയാവിൻ്റെ പിന്നാലെ പോണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പിന്നെ അവഗണിക്കാനുള്ള ഒരു കാരണം അതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രയോഗം കാണാം, ഇദാ അൻഅംന അലൽ ഇൻസാൻ, മനുഷ്യന് നാം അനുഗ്രഹം ചെയ്യുമ്പോഴൊക്കെ അഅറള, അള്ളാഹ് അവിടെ ഉപയോഗിച്ച പദം മഅരിദൂൻ, അഅറള, അവൻ അകന്നു പോകും. എന്തിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന് അകന്നു പോകും. വനഅ ബിജാനിബി, അവൻ്റെ ഭാഗത്തേക്ക് അവൻ അകന്നു പോകും. ആലോചിക്കുങ്ങളെ, അപ്പൊ അനുഗ്രഹങ്ങൾ കുന്നുകൂടുമ്പോൾ മനുഷ്യനുണ്ടാവുന്ന ഒരു സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ ആ നിയമങ്ങളിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അവൻ അകന്നു പോവുക. അപ്പോഴാണ് ആ അവഗണന ഉണ്ടാവുക. ഇനി ആ പോകുന്ന ഇടയിൽ എന്തെങ്കിലും ഒരു ആപത്തോ വിപത്തോ തിന്മയോ ബാധിച്ചാലോ, വ ഇദാ മസ്സ ഉശറു കാന യഊസ, അല്ലേ? എന്തെങ്കിലും ഒരു തിന്മ അവന് ബാധിച്ചാൽ അവൻ അങ്ങേറ്റം നിരാശപ്പെടും. നമ്മളൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? ആലോചിച്ചു, നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണ ഇങ്ങനെ അഥവാറ്റ കുറഞ്ഞ എൻ്റെയൊക്കെ അവസ്ഥ എന്താ? ആലോചിച്ച് നോക്കുക നിങ്ങൾ. അങ്ങേറ്റം നിരാശപ്പെടുക എന്നുള്ളത് മനുഷ്യൻ്റെ മറ്റൊരു സ്വഭാവമാണ്. അപ്പം നമ്മുടെ വിഷയം ഇപ്പം എന്താ? അവഗണനക്കുള്ള കാരണം മനുഷ്യൻ അനുഗ്രഹങ്ങളെപ്പറ്റി ചിന്തിക്കാത്തതും അതേപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിയമത്തിൽ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണ് ഒരു കാരണം. പിന്നെ അറിവ് നമ്മളൊക്കെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ എന്തിനാണ് ഈ അറിവ് സമ്പാദിക്കണത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ഒരുപാട് വായിക്കാറുണ്ട്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. പക്ഷേ എന്തിനാണ് ഇത് ചെയ്യണത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അറിവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാനാവണം. അത് ഏതറിവാവട്ടെ, ദീനിയായ അറിവ് മാത്രമല്ല, ഏതറിവ് കൊണ്ടും റബ്ബിലേക്ക് അടുക്കാൻ, റബ്ബിൻ്റെ ആ അളമത്ത് മഹത്വം മനസ്സിലാക്കാൻ, റബ്ബിൻ്റെ കഴിവ് കുദറത്ത് മനസ്സിലാക്കാൻ കഴിയണം ഏതറിവ് നേടുമ്പോഴും. അതില്ലെങ്കിൽ എന്താവും? ഈ അവഗണന ഇതുണ്ടാവും, അല്ലേ? നമ്മളിപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ന് കൂട്ടാം. ആ സയൻറ്റിസ്റ്റ് പോയി കണ്ടെത്തി ബഹിരാകാശമൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടെത്തിയാൽ ദൈവമില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാം ഈ കാപ്പട്യത്തിൻ്റെ സ്വഭാവമായ അവഗണന, അഹങ്കാരത്തിൻ്റെ സ്വഭാവമായ അവഗണന അവനിലുണ്ട്. ഓൻ പോയി കണ്ടെത്തി അവസാനം എത്തുന്ന പോയിന്റ് എന്താവും? അള്ളാഹുവിലേക്കാവും. ആ അള്ളാഹുവിലെത്തുമ്പോഴാണ് ആ അറിവാകുന്നത്, അല്ലേ? അതാണ് നമ്മൾ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ, വേദഗ്രന്ഥമൊക്കെ മനസ്സിലാക്കിയ പണ്ഡിതൻ, അയാൾ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പോയി. നല്ല പഠിച്ച അറിവൊക്കെ ഉള്ള ആളാ, വേദഗ്രന്ഥം പഠിച്ച ആളാ. പക്ഷേ ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പോയി അത് പിടിച്ചെടുക്കാനുള്ള ജീവിതത്തിലെ മുഴുവൻ സമയവും അതിൻ്റെ പിന്നാലെ കൊതി പൂണ്ട് അങ്ങനെ പോയൊരു മനുഷ്യൻ്റെ ഉപമ അല്ലാഹു തആല പറയുന്നുണ്ട്. വത്ലു അലൈഹിം, സൂറത്ത് അറാഫിലെ വചനത്തിൽ ഇങ്ങനെ കാണാം, വത്ലു അലൈഹിം, നബിയെ അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കുക. നബ അല്ലദീ ആതൈനാഹു ആയാത്തിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ആയത്തുകൾ നാം അവന് നൽകി, ആ പണ്ഡിതന് നൽകി. ഫൻസലഹ മിൻഹ, ആ ആയത്ത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ ആയത്തിൽ നിന്നൊക്കെ ഊരിത്തെറിച്ചു പോയി. ഫഅത്ബഅഹു ശൈത്താൻ, അങ്ങനെ പിശാച് അവനെ പിടികൂടി. ഫകാന മിനൽ ഗാവീൻ, അങ്ങനെ ദുർമാർഗികളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെട്ടു പോയി. വലൗ ശിഅ്നാ
ലറഫഅനാഹു ബിഹ, അല്ല കൊടുത്ത ഈ ആയത്ത് കൊണ്ട് തന്നെ അല്ലാഹു തആല അവനെ ഉയർത്തുമായിരുന്നു. വലാകിന്നഹു, പക്ഷെ ഓന് സംഭവിച്ചതെന്താ? ആ അറിവ് കൊണ്ട് അഖ്ലദ ഇലൽ അർള്, ഓന് ഭൂമിയാണ് എന്നൊന്നും ജീവിക്കാൻ, ഇവിടെ ഉണ്ടാക്കിയാലേ ഇത് നടക്കുള്ളൂ എന്ന ആ ഭൂമി എന്നും ശാശ്വതമാണ് എന്ന ആ ചിന്തയിലേക്ക് അവൻ പോയി. വത്തബ ഹവാഹു, അവൻ്റെ ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹ് പറയാ ഫമസലുഹു കമസലിൽ കൽബ്, അവൻ്റെ ഉപമ, ഉദാഹരണം ഒരു നായയുടെ ഉപമ പോലെയാണ്. എന്താണ്? ഇൻ തഹ്മിൽ അലൈ യൽഹസ് ഔ തത്റുകുഹു യൽഹസ്. ഒരു പട്ടിനങ്ങളിങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോഴും ഇങ്ങനെ നാവ് തൂക്കിയിട്ട് നടക്കും. നിങ്ങൾ അതിനൊന്നും ആക്രമിച്ചിട്ടില്ലെങ്കിലോ അപ്പോഴും അതിങ്ങനെ നാവ് തൂക്കിയിട്ട് നടക്കും. ദാലിക മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിന. ഇതാണ് നമ്മുടെ ദൃഷ്ടാന്തത്തെ പറ്റിയുള്ള അറിവ് കിട്ടിയിട്ട് അതിനെ കളവാക്കുന്നവരുടെ ഉപമ എന്ന് പറഞ്ഞത്. അപ്പോൾ ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം പോണ ആ ചിത്രമാണ് പിന്നെ ഏത് ഈ പട്ടിയോട്, ഈ നായയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉപമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാ വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറയുന്നത്? ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ നമുക്കൊക്കെ കാണാൻ പറ്റും. ജീവിതം എന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ മാത്രം ജീവിതത്തിലെ മുഴുവൻ സമയം കളഞ്ഞാലുണ്ടാവുന്ന അപകടം. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ ഖുർആൻ ക്ലാസ്സിനെ പറ്റിയും അതേപോലെ ദീനീ കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അവഗണന ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊരു അവഗണനക്കുള്ള കാരണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മളിലൊക്കെ ഉണ്ടാവുന്ന ബുഖ്ല്, ശുഹ ഒക്കെ ആ ഒളിഞ്ഞിരിക്കണ ഒരു സ്വഭാവമുണ്ട്. ഇത് ഈ ബുഖ്ല് അറിയണത്. അതേപോലെ നക്സുൽ അഹദ്, കരാർ ലംഘനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താ ഈ ബുഖ്ല് അറിയണത്? പിഷ്ക്. ശുഹ അറിഞ്ഞാലോ? ബുഖ്ലും ശുഖും തമ്മിലുള്ള വ്യത്യാസം എന്താ? ബുഖ്ലും ശുഖും വമ്മാമം ബഖില വസ്തഖിന, അവിടെ അല്ലാഹു തആല ഒപ്പിച്ച് ബഖില. പിന്നെ വമൻ യൂക ശുഅ നഫ്സിഹി എന്ന് പറയുന്നുണ്ട് അല്ലേ? എന്താണ് ശുഅ? രണ്ടും വിവർത്തനം ചെയ്തപ്പോൾ പിഷ്ക് പിഷ്ക് എന്നാണ് ഖുർആനിൽ വിവർത്തനം ചെയ്തത്. എന്താ വ്യത്യാസം? ശുഹ എന്ന് പറയുന്നത് പിന്നെ ഉള്ളതൊക്കെ എൻ്റെ കീശയിലേക്ക് പിന്നെ ശേഖരിക്കാനുള്ള ആർത്തിക്കാണ് എന്ത് പറയുക, അല്ലേ? നിങ്ങളെടുത്തുള്ളൊക്കെ എൻ്റെ പോക്കറ്റിൽ ഇങ്ങോട്ടാ. എന്താ അപ്പം അതിന് മാർഗം? 24 മണിക്കൂർ എങ്ങനെ എൻ്റെ പോക്കറ്റിൽ എൻ്റെ പോക്കറ്റിലാക്കുക? അങ്ങനെ കണ്ടില്ല ഞങ്ങൾ ചില ആളുകൾ, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ ഇപ്പം ഒന്നും അങ്ങനെ കുടുംബം പോലും നോക്കൂല. ആ പൈസ ഇപ്പം എങ്ങനെ ഇങ്ങോട്ടിൻ്റെ അക്കൗണ്ടിലേക്കാക്കുക? ഇതന്നെ വലിയ യോഗ്യതയൊക്കെ ഉള്ളവരായിരിക്കും. ഒരു ചിന്ത മുഴുക്കേ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഒക്കെ ഈ ചിന്തയായിരിക്കും. അങ്ങനെയുള്ള ചില ആളുകൾ. അപ്പോൾ എങ്ങനെ മറ്റുള്ളവൻ്റെ എൻ്റെ പോക്കറ്റിലാക്കാം എന്ന് ചിന്തിക്കുകയും അതിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുക. അങ്ങനെ അധ്വാനിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൊടുക്കൂല. ആ കൊടുക്കാത്ത അവസ്ഥക്കാണ് എന്ത് പറയുക, ബുഖല്. മനസ്സിലായ നിങ്ങൾക്ക്? അറബിയിൽ ഇപ്പം നമ്മൾ ഭാഷാന്തരം ചെയ്തപ്പോൾ രണ്ടും ഒന്നായിട്ടാണ് പിഷ്ക് പിഷ്ക് എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 പിഷ്കും വ്യത്യാസമുണ്ട്. ആർത്തിയോട് കൂടി മറ്റുള്ളതൊക്കെ എൻ്റെ പോക്കറ്റിലാക്കണം, അങ്ങനെ ആക്കും ചെയ്യും. പിന്നെ ബുഖല് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാതെ, കൊടുത്താൽ അവിടെ പോയല്ലോ, അവിടെ കൊടുക്കൂല. അങ്ങനെയുള്ള ആ ചിന്താതിക്കാണ് എന്താ പറയുക, ബുഖല്. വ അമ്മാമം ബഖില വസ്തഗ്ന. അവിടെ അള്ളാഹ് ഉപയോഗിച്ച് നോക്കി നിങ്ങൾ, ആ പദപ്രയോഗമാണ്. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവം ഇതും എന്താവും, സത്യവിശ്വാസികളായ ആളുകൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവം കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോഴും എന്തുണ്ടാവും, അവഗണന ഉണ്ടാവും അല്ലേ? ഇങ്ങനെ അവഗണന ഉണ്ടാവുക, പിന്നെ കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും കേൾക്കാൻ വരെ തയ്യാറാവില്ല. അങ്ങനത്തെ ക്ലാസ്സുകൾക്കൊന്നും പോവില്ല അല്ലേ? അപ്പം അവഗണന ഉണ്ടാവും. അതാണ് മുഅ്രിദൂൻ. ഈ അവഗണന ആരുടെ സ്വഭാവമാണ്? കപടന്മാരുടെ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആനിൽ തെളിവ് കാണാം. വമിൻകും മൻ അഹദല്ലാഹ്, അവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനോട് കരാർ ചെയ്യും. ആരുടെ? മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ. ലഇൻ ആതാനാ മിൻ ഫദ്ലി, അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയാൽ ലനസ്വദ്ദഖന്ന, ഞങ്ങൾ സദക്ക കൊടുത്തുകൊള്ളാം. വലനകൂനന്ന മിനസ്സാലിഹീൻ, ഞങ്ങൾ നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം. ഫലമ്മ ആതാഹും അല്ലാഹു
ഫലമ്മ ആതാക്കും മിൻ ഫദ്ലി, അവർക്ക് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് നൽകിയപ്പോൾ ബഖിലൂബി, അവർ കൊടുക്കാതെ എന്ത് വെച്ചു? പിടിച്ചു വെച്ചു, പിശുക്ക് കാണിച്ചു. മാത്രമല്ല വതവല്ലൗ വഹും മുഅ്രിദൂൻ, അള്ളാഹ് ഇവിടെ ഉപയോഗിച്ച പദം വതവല്ലൗ, അവർ പിന്നോട്ടടിച്ചു, വഹും മുഅ്രിദൂൻ, അവഗണന മനോഭാവത്തോടു കൂടി. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പം മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണ്, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അവർക്ക് ഉള്ള ഒരു കാര്യം ചെലവഴിക്കാൻ പറയുമ്പോൾ, അത് അല്ലെങ്കിൽ ചെയ്യാൻ പറയുമ്പോൾ അതിന് നമ്മൾ അത് ചെയ്യൂല. നമ്മളിപ്പോൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണ്ടേ, വെറും ഈ കൊടുക്കുക, നൽകുക, സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ വെറും പൈസ മാത്രമല്ല, ദീനാറും ഇന്ത്യൻ റുപ്പിയൊന്നല്ല. നമ്മൾ എന്താ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്? കൊടുക്കുക എന്ന് അറിയണ്ടല്ലോ, അമ്മാമൻ അഴ്ത്താന്ന് അറിയണ്ടല്ലോ. എന്താ ഈ കൊടുക്കാറിനോട് ഉദ്ദേശിക്കുന്നത്? എന്താ കൊടുക്കണ്ടേ? ദീനാറ് നിങ്ങളെ കിശയ്ക്ക് ഇട്ടുതരാ? അതല്ല പറയണത്. എന്താണ് ആ പറയണത്? എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ധനമാണ് നമ്മുടെ ആയുസ്സാകുന്ന ആ സമയത്തിലെ ഒരു ചില്ലി സമയം, 5 മിനിറ്റ് 10 മിനിറ്റ്. ഇപ്പം നിങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഈ പള്ളിയിലേക്ക് വന്ന് ഇവിടെ ഇരിക്കണ ആ സമയം നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്. മനസ്സിലായെങ്കിൽ വെറും ദീനാറ് മാത്രമല്ല, കാശ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു കിറ്റ് അരി കൊടുക്കൽ മാത്രമല്ല, അതതിൻ്റെ ഒരു ഭാഗം, ഒരു സൈഡ് മാത്രം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം, ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ശ്വാസം അയച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാനും ഈ വിശുദ്ധ ഖുർആങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ആ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് തരിക, അതാണ് അമ്മാമന്നഴ്ത്ത. അത് തരാതെ, അതിന് സമയം കണ്ടെത്താതെ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക്, എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരാതെ ഞാൻ മറ്റൊരു ഭാഗത്തിലേക്ക് സമ്പത്ത് മാത്രം ശേഖരിക്കാൻ പോകുന്നെങ്കിൽ അത് ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവഗണിക്കുന്നവനാണ്. അതാണ് മുഅ്രിദൂൻ അഅറള എന്ന് പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഇനിയിപ്പോൾ നിങ്ങൾ സമയമാവില്ല, ചിലർക്കൊരു വഴി കാണിച്ചു കൊടുക്കാനാവും. ചിലർക്കിപ്പോൾ ഒരു ഫോണൊന്ന് എന്താ നന്നാക്കിയുണ്ടോനെ ആ ഫോണ്, ഓനാ കഴിവുണ്ടാവും. അവൻ്റെ സമയത്തിൽ ആ 24 മണിക്കൂർ 2 മിനിറ്റ് അതിന് ചെലവഴിക്കണം. ആ ചെലവഴിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ്. ആ കൊടുക്കാതെ, ആ കഴിവുണ്ടായിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കാതെ നിൽക്കുമ്പോൾ അതിൻ്റെ പേരാണ് എന്ത്? മുഅ്രിദൂൻ, അവഗണന എന്ന് പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ കുട്ടൻസ്? നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചിന്തിക്കരുത്, വെറും പണം മാത്രമല്ല, എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഡ്യൂട്ടി. തന്നെ ദുനിയാവിൽ എന്താ? കൊടുക്കല, മരണം വരെ കൊടുക്കുക. പൈസ മാത്രമല്ല കൊടുക്കണ്ടേ. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കൊടുക്കണ്ടേ? നമസ്കരിക്കുന്നുണ്ട്, അള്ളാഹ് കൊടുക്കുന്ന അവകാശമാണ്. നോമ്പ് പിടിക്കുന്നുണ്ട്, റബ്ബിന് കൊടുക്കുന്ന അവകാശമാണ്. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അവകാശമാണ്. അല്ലേ? ആലോചിച്ച് നോക്കും നിങ്ങൾ. സദക്ക കൊടുക്കുന്നുണ്ട്, ഞാനിപ്പം ക്ലാസ്സിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയുന്ന ഒരു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എൻ്റെ വണ്ടിയിൽ ഞാൻ ഒരാളാണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവസാന ശ്വാസം അയക്കണവരെ നിർത്തണില്ല. ആ തബസ്സുമു സദക്ക. എന്താ ഈ തബസ്സും എന്ന് പറഞ്ഞാൽ? ആ പുഞ്ചിരി, ഞങ്ങളോട് പുഞ്ചിരിക്കണത് എനിക്ക് കൂലിയിട്ടുണ്ട്, കൊടുക്കലാണ്. അല്ലേ? ഷെയ്ക്കാൻ്റെ കൊടുക്കലാണ്. വഴി കാണിച്ചു കൊടുക്കലാണ്. ഒരു നേരം ഭക്ഷണം കൊടുക്കലാണ്. ഒരു കുബൂസ് കിട്ടുമ്പോൾ അതിൻ്റെ പൊട്ട് മറ്റോന് കൊടുക്കലാണ്. അല്ലേ? അപ്പം നിങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറേ പണം ശേഖരിച്ചിട്ട് അതിൻ്റെ 2% മാത്രമല്ല ഈ കൊടുക്കൽ. നമ്മുടെ ജീവിതമാകുന്ന ഈ ശ്വാസം മറ്റൊരാൾക്ക് ഇത്തിരി കൊടുക്കുക എന്നുള്ളതാണ്. ആ കൊടുക്കലെല്ലാം പെടും. അപ്പം ആ കൊടുക്കാൻ നമുക്ക് അവഗണന ഉണ്ടോ മനസ്സിലാക്കുക. എൻ്റെ കാപ്പട്യത്തിൻ്റെ സ്വഭാവമുണ്ട്, അത് ഒരിക്കലും അവിടെ പിശുക്കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അമ്മാമൻ എന്താണ് വാക്യം ഇതാണ്? അല്ലേ? കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു സ്വഭാവം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം, റബ്ബിൻ്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അതാണ് തഖ്വ. അള്ളാഹ് പറഞ്ഞ രൂപത്തിലായിരിക്കണം. അള്ളാഹ് അരുതേ എന്ന് പറഞ്ഞ് ചെയ്യാനും പോകരുത്, ഹറാമ് ചെയ്യാൻ പോകരുത്. അള്ളാഹ് പറഞ്ഞ കേൾക്കും വേണം, എന്നിട്ട് കൊടുക്കണം, എന്നിട്ട് ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കണം. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാശിനാണ് ഖുർആൻ ക്ലാസ് എടുക്കണമെങ്കിലോ അത് കൊടുക്കലല്ല. മനസ്സിലാണ്ടെങ്കിൽ അതിൻ്റെ വ്യത്യാസം. അപ്പം അതാണ് അമ്മാമന്നഴ്ത്ത വത്തക്ക. അപ്പം ഈ ഒരു സ്വഭാവം, അത്താഹ് എന്ന് പറഞ്ഞ സ്വഭാവം ഇല്ലെങ്കിൽ അത് കാപ്പട്യത്തിൻ്റെ വഴിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും എന്ന്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ വഇദാ ദുഊ ഇലല്ലാഹ്,
വറസൂലി ലിയഹ്കുമ ബൈനകും ഇദാ ഫരീഖും മിൻകും മുഅ്രിദൂൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്ന കാരണം. ഇനി സമയനോ ഇനി ആലോചിച്ച് നോക്കൂ. ഈ അവഗണന ചിലപ്പം കപടന്മാർ മാത്രമല്ല, അവിശ്വാസികളിൽ അവഗണന ഉണ്ടാവും. അവിശ്വാസികളിലുള്ള അവഗണന എന്താ? ഒരു നാവുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും അവരെ അവഗണിക്കും. എന്നാൽ കപടന്മാരുടെ അവഗണന എന്തേ? മനസ്സുകൊണ്ട് അവഗണിക്കും, നാവുകൊണ്ട് എന്താവും? മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കപടന്മാരെ പറ്റി പറഞ്ഞെടുത്ത് വല്ലദീന കാലു ആമന്ന ബി അഫ്വാഹിം, നാവ് കൊണ്ട് വായ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും. വലം തുഅ്മിൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം വിശ്വസിച്ചിട്ടുണ്ടാകും. ഇതാണ് കപടന്മാരുടെ ഒരു സ്വഭാവം. ഈ സ്വഭാവം വരാൻ പല കാരണമുണ്ട്. ഒന്ന് ചിലപ്പോൾ നമ്മളെ പിന്നെ ദീനിനെ പറ്റി ശരീഅത്തിനെ പറ്റി അറിവില്ലാത്തത് കൊണ്ടുവരാം. ഇനിയിപ്പോൾ അറിവൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളെപ്പോഴും മുൻഗണന നൽകുന്നത് എൻ്റെ ദേഹേച്ഛക്കാണ്. ഞാനിപ്പോൾ അതവിടെ കൊടുത്താലിപ്പം ആ 2ാം തട്ട് കയറ്റാണ്ട് അപ്പം അത് കയറ്റാൻ കഴിയൂല അല്ലേ? അപ്പം നമ്മളെ ദേഹേച്ഛ അത് കൊടുക്കണേന് നമ്മളെ അങ്ങനെയുള്ള നമ്മളെ ദേഹേച്ഛയെ പിന്നെ നമ്മളെ പിടിച്ചിരുത്തും. അതുകൊണ്ടുണ്ടാവും. ചിലപ്പം നമ്മളെ കൂട്ടുകാരൊക്കെ പിന്നെ ജഹാലത്തുള്ള അറിവില്ലാത്ത ആളുകളാവും. അവർ ചെയ്യും പോലെ നമ്മളും ചെയ്യും. ഇങ്ങനെയൊക്കെ പല രൂപത്തിലും അവഗണന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ചിലരെന്ത് ചെയ്യും? വേദഗ്രന്ഥത്തിൻ്റെ ദീനിൻ്റെ ചില ഭാഗങ്ങൾ സ്വീകരിക്കും, ചില ഭാഗങ്ങൾ സ്വീകരിക്കൂല. അതും എന്താണ്? കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ്. അഫ തുഅ്മിനൂന ബിബഅദിൽ കിതാബ് വതക്ഫുറൂന ബിബഅദിൻ. വേദഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ചില ഭാഗങ്ങൾ അവർ വിശ്വസിക്കുകയും ചെയ്യും, ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും? അവരവിശ്വസിക്കുകയും ചെയ്യും. അപ്പം ഇതൊക്കെ കാപ്പട്യത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ്. അതേപോലെ കാപ്പട്യം ഉണ്ടോയെന്ന് അറിയാനുള്ള മറ്റൊന്നാണ്, അള്ളാഹുവിനെ ഓർക്കണ രംഗമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു അവഗണന മനോഭാവം അല്ലേ? ഇപ്പോൾ ചിലരൊക്കെ ഖുർആൻ ക്ലാസ്സിലുള്ള ദിവസം മാത്രം എന്ത് ചെയ്യും? അന്ന് മാത്രം ജോലി എടുക്കും. എങ്ങനെയെങ്കിലും അതിന് അല്ലേ? അല്ലെങ്കിൽ ഇപ്പം ആ പള്ളിക്ക് പോകേണ്ടി വരും, ആ പള്ളിക്ക് പോകേണ്ടി വരും എന്ന് വിചാരിച്ച് പിന്നെ അന്ന് വേറെ എവിടേക്കെങ്കിലുമൊക്കെ അവിടെ പോകും. അങ്ങനെയൊക്കെയുള്ള പല ആളുകളും ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ഇതിനെ പറ്റി തന്നെ ചിന്തിച്ചാൽ മതി. ഈ ഒരു അവഗണന ബോധം എൻ്റെ മനസ്സിൽ വരുന്നുണ്ടോ? അള്ളാഹിനെ ഓർക്കുന്ന രംഗത്ത് നമ്മൾ അവഗണിക്കുക. അതേപോലെ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാനോ ഒരു വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേൾക്കാനൊക്കെ നമുക്ക് വെറുപ്പുണ്ടാവുക. അതും കാപ്പട്യത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് അല്ലേ? ഒരു നല്ലത് കേൾക്കാനുള്ള ഒരു വെറുപ്പ്, അല്ലെങ്കിൽ ഒരു നല്ല സതുപദേശം കേൾക്കാനുള്ള വെറുപ്പുണ്ടോ എനിക്ക്? എങ്കിലും അത് കാപ്പട്യത്തിൻ്റെ അടയാളമാണ്. വ ഇദാ ദുക്കിറല്ലാഹ്, എന്താ തെളിവ്? അള്ളാഹു എന്ന് പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെ പറ്റി സ്മരിക്കപ്പെടുമ്പോൾ, വഹ്ദ, അള്ളാഹുവിനെ മാത്രം സ്മരിക്കപ്പെടുമ്പോൾ, ഇസ്മഅദ്ദത്ത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ മനസ്സിനെന്ത് വരും? ഒരു അസഹ്യത ഇങ്ങനെ വരും എന്നാ. അപ്പോൾ അള്ളാഹിനെ പറ്റി പരാമർശിക്കപ്പെടുന്ന ക്ലാസ്സുകളോ ദർസുകളോ ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ, ദീനെ പറ്റി പരാമർശിക്കപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സിന് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എന്നിൽ കാപ്പട്യത്തിൻ്റെ അടയാളമുണ്ട്. വ ഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനി, അള്ളാഹു അല്ലാത്ത മറ്റേതെങ്കിലും ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അത്തരം ഒരു ക്ലാസ് സംഘടിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ഇദാഹും യസ്തബിശിറൂൻ അല്ലേ? ഇപ്പം SIR ഒക്കെ പറഞ്ഞ നല്ല ഹരത്തിലൊക്കെ ക്ലാസ് എടുത്താൽ അത് കേൾക്കാനൊക്കെ ഇഷ്ടം പോലെ അവർ വളരെ സന്തുഷ്ടരും. പഠിച്ചവനെ പറ്റി അറിയണ മനസ്സിലാക്കാൻ പറ്റുന്ന ദീനി ക്ലാസ് ഉണ്ടാകുമ്പോൾ അതിൽ ആളുകൾ വരാതിരിക്കുക എന്നുള്ളതും ഈ കാപ്പട്യത്തിൻ്റെ സ്വഭാവമാണ്. ഇനി ഇങ്ങനെ കാപ്പട്യത്തിൻ്റെ ശരിക്കും ഈ സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ ദുനിയാവിൽ നമുക്ക് അള്ളാഹുവിനോട് ശിക്ഷ കിട്ടൂലേ? അതിന് വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും തെളിവുണ്ടോ? മുൻ സമുദായത്തിൻ്റെ ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പല ശിക്ഷകളും വരാനുള്ള കാരണം, ഇപ്പോൾ ഉദാഹരണമായിട്ട് സബഗോത്രത്തിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നുണ്ട് അല്ലേ? ആ സബഗോത്രത്തിന് എന്തുണ്ടായിരുന്നു? 2 തോട്ടം, അതിൻ്റെ ചുറ്റും അവർക്ക് ഇഷ്ടം പോലെ ഭക്ഷിക്കാനുള്ള ഭക്ഷണം. പക്ഷേ അവർക്ക് എന്തേ പറ്റിയത്? ഫഅറളു, അവർ അവഗണിച്ചു. എന്തിനെ? അള്ളാഹുവിൻ്റെ ആ ദീനിനെ പറ്റി, ആ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ അവഗണിച്ചപ്പോൾ ഫഅർസൽന അലൈഹിം സൈലൽ അരിം, പിന്നെ എന്താ പറയുക, സൈലൽ അരിം എന്ന് പറയുന്നത്
അല്ല എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു വെള്ളം ഒലിച്ചു വരുന്ന ഒരു ഒരു എന്താ അതിന് പറയല്, നമ്മൾ വെള്ളം ഒലിച്ചൊരാക്കണ ചിറ കെട്ടണില്ലേ, വണ്ട്. അതിങ്ങോട്ട് എന്ത് ചെയ്തൊക്കെയാണ് അവരെ അതിലൂടെ അങ്ങോട്ട് ആ ഡാമൊക്കെ പിന്നെ പൊട്ടിയാൽ പോകണില്ലേ, അതേപോലെ അവരുടെ ആ തോട്ടം അവർ സുഭിക്ഷമായി ഇങ്ങനെ ആഹ്ലാദിച്ച് അഹങ്കാരത്തോടു കൂടി ഇങ്ങനെ പിന്നെ ജീവിച്ചിരുന്ന ആ തോട്ടം അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വെച്ച് തന്നെ നശിപ്പിച്ച കഥ സൂറത്തു സബയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്. ആ ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അവഗണന ഉണ്ടായാൽ, കാപ്പട്യത്തിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ, വല്ലാതെ കൂടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ശിക്ഷ നൽകും എന്നുള്ളതിനുള്ള തെളിവാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം, പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ജനങ്ങളും സഹാബികളും ഉണ്ട് അവിടെ. അപ്പം 3 ആളുകൾ കണ്ട് കടന്നു വന്ന്, ഒരാൾ ആ സദസ്സിൽ ഒരു ചെറിയ വടവുണ്ട് അവിടെ പോയിരുന്നു, മറ്റേ ആള് പറ്റിയ ബാക്കിൽ പോയി ഇരുന്നു. 3-ാമത്തെ ആള് അത് കണ്ടപ്പോൾ തന്നെ പിന്നോട്ടടിച്ചിട്ട് എന്ത് ചെയ്തു, അയാൾ തിരിഞ്ഞു പോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് ചോദിച്ചു, ആ 3 ആളുകളെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞേറ്റേ, ആരാണ് അവർ എന്നുള്ളത്. എന്നിട്ട് നബി പറഞ്ഞു കൊടുക്കാണ്, ആ ക്ലാസ്സിൽ പിന്നെ ആ ചെറിയ വടവില്ല ഇത്തിരി സ്ഥലമെല്ലോടുത്ത് ഇരുന്ന ആളില്ലേ, അയാൾ അള്ളാഹു അയാൾക്ക് അഭയം നൽകിയതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അഭയം കിട്ടിയ മനുഷ്യനാണ് ആ മനുഷ്യൻ. 2-ാമത്തെ ആള് പിന്നെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ലജ്ജയുള്ളവനാണ്, അതുകൊണ്ടാണ് ഓനെ പിന്നിൽ പോയിരുന്നത്. ഈ ഖുർആൻ ക്ലാസ്സിനെ പറ്റിയൊക്കെ ലജ്ജയുള്ള, പക്ഷേ ഓനെ അള്ളാഹു ശിക്ഷിച്ചില്ല. 3-ാമത്തെ ആള് പിന്നെ ഇത് അവഗണിച്ച് പോയി. അങ്ങനെ ആ ക്ലാസ്സിൽ നിന്ന് തന്നെ അള്ളാഹു താല കാരുണ്യത്തിൽ തന്നെ അള്ളാഹു താല അവനെ അകറ്റിക്കളഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാനുള്ളത്, ഈ പറയുന്ന സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ ഈ ആയത്ത് നമ്മൾ ഓർക്കുക. വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅരിളൂൻ. ആ ഇറാദ് എന്നുള്ള അവഗണന പല ഗേറ്റിലൂടെയും കടന്നു വരും, അത് നമ്മളിലൊക്കെ കടന്നു വരും. അത് നമ്മളിലുണ്ടോ എന്ന് ചിന്തിക്കാനാണ്, ആത്മവിചാരണ ചെയ്യാനാണ് അള്ളാഹു താല ആ ആയത്തിലൂടെ മുനാഫിക്കുകളെ പറ്റി നമ്മളോട് ഓതാൻ പറഞ്ഞു. അല്ല ഓലെങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമുക്കെന്താ, ആ സ്വഭാവം നമ്മളിൽ കടന്നു വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിന് അകന്ന് നിൽക്കണം നിങ്ങൾ എന്ന് പഠിപ്പിക്കാനാണ് അള്ളാഹു താല നമ്മളോടത് ഓതാൻ പറയുന്നത്. മതി. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇത് ഓഫാക്കില്ലേ?